ദ കേരള സ്റ്റോറി എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ വലിയ വിഭാഗത്തിൽ തന്നെ കേരളത്തിലെ ജനത ഒട്ടാകെ തന്നെ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവാണ്. ഫെബ്രുവരി 27-ാം തീയതി ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കേരളത്തിന്റെ കഥയല്ല എന്ന് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടിറങ്ങുന്ന മലയാളികളും പൊതുസമൂഹവും ഒട്ടാകെ തന്നെ പറയുന്നത്. ഇപ്പോഴിതാ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ സിനിമയുടെ ട്രെയിലറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ ഈ ചിത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കേരളത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ നടക്കില്ല എന്നും കേരള സ്റ്റോറി എന്ന സിനിമ പരാജയപ്പെട്ടതുപോലെ തന്നെ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗവും പരാജയപ്പെടുമെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിന്റെ ഒന്നാം ഭാഗം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഭാഗത്തിലും ആ നിലപാട് തന്നെ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം നേടിയ നേട്ടങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തിന്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളല്ല. അതിന്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ചില കണ്ടന്റുകൾ സിനിമാ മേഖലയിലൂടെ ചില ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിജയിക്കില്ല. കേരളത്തെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. ഒന്നാം ഭാഗം എങ്ങനെ പോയോ അതുപോലെ തന്നെ രണ്ടാം ഭാഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തെ അപമാനിക്കാനും വർഗീയമായി ചേരിതിരിക്കാനും ലക്ഷ്യമിട്ടുള്ള കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗവുമായി സംഘപരിവാർ അജണ്ട വീണ്ടും തലപൊക്കുകയാണെന്നും യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത നുണക്കഥകൾ ആവിഷ്കരിച്ച് സൗഹാർദ്ദത്തിന്റെ ഈ നാടിനെ പറ്റി ലോകമെമ്പാടും തെറ്റിദ്ധാരണ പരത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നുമാണ് KC വേണുഗോപാൽ കുറിച്ചിരിക്കുന്നത്.